ഗുഡ് ഈവനിങ് എവ്രി വൺ. നമ്മളിന്ന് ഗ്രാഫ്സ് ആൻഡ് ഡയഗ്രംസ് എന്ന പോർഷൻ്റെ ഒരു സെഷൻ ഒരു പകുതിയാണ് നമ്മളിടുന്നത്. നിങ്ങൾ കണ്ടു നോക്കുക. പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ നമുക്കിതൊന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പോർഷൻ ആയിരിക്കുമല്ലോ ഗ്രാഫ് ആൻഡ് ഡയഗ്രംസ് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ചെറിയ ക്ലാസ് മുതലേ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. സോ അതൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ജിയോമെട്രിക്കൽ ഇമേജാണ്, ഒരു സെറ്റ് ഓഫ് ഡാറ്റയുടെ. സോ മാത്തമാറ്റിക്സിൽ ഇതൊരു മാത്തമാറ്റിക്കൽ പിക്ചറാണ്. ഒരു സെറ്റ് ഓഫ് ഡാറ്റേനെ എങ്ങനെയാണ് നമ്മളൊരു ഇമേജായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അതാണ് ഗ്രാഫ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ കൂടുതലായും നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബ്ലത്തിനെ നമുക്ക് വിഷ്വലി നമുക്ക് കാണുന്നതിനും വിഷ്വലി മനസ്സിലാക്കുന്നതിനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഗ്രാഫ്സ്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നമുക്ക് അറിയാവുന്നതുപോലെ വളരെ അട്രാക്റ്റീവാണ്. മാത്രമല്ല ഇറ്റ് പ്രൊവൈഡ്സ് മോർ ലാസ്റ്റിംഗ് ഇഫക്റ്റ് ഓൺ ദ ബ്രെയിൻ. പെട്ടെന്ന് നമുക്ക് ബ്രെയിനിലേക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുകയും അതുപോലെ തന്നെ വലിയ ലാസ്റ്റിംഗ് ആയിട്ടുള്ള എഫക്റ്റ് നിൽക്കുകയും ചെയ്യും. ഒരു വലിയ സെറ്റ് ഓഫ് ഡാറ്റയെ പെട്ടെന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള മുഷിപ്പുകളും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഗ്രാഫ്, അല്ലേ? It is possible to have an immediate and a meaningful grasp of a large amount of data. വലിയൊരു ഡാറ്റയാണെങ്കിൽ കൂടിയും പെട്ടെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നതിനും അതിനെ പറ്റിയിട്ട് നമുക്ക് അനലൈസ് ചെയ്യുന്നതിനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഗ്രാഫുകൾ. ഇതിൽ നമുക്ക് കൂടുതലും കമ്പാരിറ്റീവ് അനാലിസിസുകൾ, ഇൻ്റർപ്രിട്ടേഷൻസ്, ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കുന്നതിനും പെട്ടെന്ന് ചെയ്യുന്നതിനും നമ്മളെ ഗ്രാഫ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലേ? അതുപോലെ വേരിയസ് വാല്യുബിൾ സ്റ്റാറ്റിസ്റ്റിക്സ് ലൈക്ക് മീഡിയൻ, മോഡ്, ക്വാർട്ടൈൽസ് മേ ബി ഈസിലി കമ്പ്യൂട്ടഡ്. ചില ഗ്രാഫുകളിലൂടെ നമുക്ക് ഈ പറഞ്ഞ വാല്യൂസ് മീഡിയൻ, മോഡ്, ക്വാർട്ടൈൽസ് ഇതെല്ലാം പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതിനും പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനും പെട്ടെന്ന് തന്നെ ഗ്രാഫിലൂടെ നമുക്ക് സാധിക്കും. അല്ലാതെ നമ്മൾ വാല്യൂസ് എടുത്ത് ചെയ്യുന്നതിനേക്കാളും ഗ്രാഫുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും, ഓക്കെ ഇതാണ് നമ്മുടെ മീഡിയൻ, ഇതാണ് മോഡ് എന്നുള്ളത്. അതുപോലെ തന്നെ we also get an indication of correlation between two variables. രണ്ട് ഗ്രാഫ് കിട്ടുകയാണെങ്കിൽ നമുക്ക് രണ്ട് വേരിയബിൾസിൻ്റെ അവ തമ്മിലുള്ള ഒരു കോറിലേഷൻ ഉണ്ടോ എന്നുള്ളതും നമുക്ക് ഗ്രാഫുകൾ നോക്കിയാൽ പെട്ടെന്ന് കാണാൻ പറ്റും, അല്ലേ? ഇതൊക്കെ നമ്മുടെ ഗ്രാഫ്സിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. അതുപോലെ തന്നെ ഗ്രാഫ്സ് ഹെൽപ്പ് എ ഗ്രേറ്റ് ഡീൽ ഇൻ ദ അനാലിസിസ് ഓഫ് ഡാറ്റയെ അനാലിസിസ് ചെയ്യുന്നതിൽ വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഹെൽപ്സ് ടു ഇൻ്റർപ്രറ്റ് ദ ഡാറ്റ ആൻഡ് ഡ്രോ കൺക്ലൂഷൻസ്. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് ഹെൽപ്സ് ഇൻ ഫോർകാസ്റ്റിംഗ് ആസ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ട്രെൻഡ് ഓഫ് ദ ഡാറ്റ ഇൻ ദ പാസ്റ്റ്. ചില ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനുകൾ നമുക്ക് നോക്കുമ്പോൾ അതിൻ്റെ പാസ്റ്റിലുള്ള ഒരു ട്രെൻഡ് അനലൈസ് ചെയ്ത് നമുക്ക് ഫ്യൂച്ചറിനെ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. ചിലതരം ഗ്രാഫുകൾ, ഫോർ എക്സാമ്പിൾ 2014 മുതൽ 2018 വരെയുള്ള ഒരു ഡാറ്റ നമുക്ക് തരികയാണ്. ആ ഒരു ഗ്രാഫ് കാണുമ്പോൾ നമുക്ക് 2019 ഏകദേശം എന്തായിരിക്കും വരിക എന്നുള്ളത് നമുക്കൊരു ഒരു 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 ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അത്തരത്തിലുള്ള ഡാറ്റ, അത്തരത്തിലുള്ള ഒരു ഫോർകാസ്റ്റിംഗ് പവർ കൂടെ നമുക്ക് ഗ്രാഫുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. ടൈപ്സ് ഓഫ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ്. നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ കാണുന്നത് രണ്ട് ടൈപ്പ് ഓഫ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് ആണ്. ഒന്ന് അൺഗ്രൂപ്പ്ഡ് ഡാറ്റയുടെയും രണ്ട് ഗ്രൂപ്പ്ഡ് ഡാറ്റയുടെയും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ്. അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായിട്ടും ബാർ ഡയഗ്രം അല്ലെങ്കിൽ ബാർ ഗ്രാഫ്, പൈ ഡയഗ്രം അല്ലെങ്കിൽ സർക്കിൾ ഗ്രാഫ് അല്ലെങ്കിൽ അതിനെ സെക്ടർ ഗ്രാഫ് എന്നും പറയും. ഇതാണ് അൺഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനുകൾ. ഗ്രൂപ്പ്ഡ് ഡാറ്റയാണെങ്കിൽ അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഹിസ്റ്റോഗ്രാം വഴി, ഫ്രീക്വൻസി പോളിഗൺ വഴി അല്ലെങ്കിൽ ഫ്രീക്വൻസി കർവ് അല്ലെങ്കിൽ ജൈവ് എന്ന് പറയും. ഈ രീതിയിലൂടെയാണ് ഗ്രൂപ്പ്ഡ് ഡാറ്റയെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് അൺഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ റെപ്രസെൻറ്റേഷൻസ് ആയ ബാർ ഡയഗ്രം അതുപോലെ പൈ ഡയഗ്രം എങ്ങനെയാണ് എന്ന് നോക്കാം. ബാർ ഡയഗ്രാം വളരെ അധികം ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഗ്രാഫ് തന്നെയാണ്. ഡാറ്റയെ നമ്മൾ ബാറിനുള്ളിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് 2 ഫോംസിലുണ്ട്, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ. ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കലായിട്ടും നമുക്ക് ഈ പറയുന്ന ബാറുകൾ വരയ്ക്കാം. മാത്രമല്ല
ലെങ്ത് ഓഫ് ദ ബാർസ് ആർ ഇൻ പ്രപ്പോർഷൻ ടു ദ എമൗണ്ട് ഓഫ് വേരിയബിൾ. ബാറിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ടാണ് നമ്മുടെ വേരിയബിൾസിൻ്റെ പ്രപ്പോർഷൻസ് ചേഞ്ച് ചെയ്യുന്നത്. വിഡ്ത്ത് ഓഫ് ദ ബാർ ഈസ് നോട്ട് ഗവേൺഡ് ബൈ എനി സെറ്റ് ഓഫ് റൂൾസ്. ബാർ ഡയഗ്രത്തിൽ നമ്മൾ ഓരോ ബാറിനും ചിലപ്പോൾ വലിപ്പമുള്ളതും ചെറുത് അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ വിഡ്ത്തിന് ഇതിൽ ഒരു സ്ഥാനവും ഇല്ല എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഇതിൽ ലെങ്ത്ത് മാത്രമാണ് നമ്മൾ വേരി ചെയ്യുന്നതും മെഷർ ചെയ്യുന്നതും. There is space between two bars. These are especially helpful in comparing or contrasting many subjects such as agricultural productions, population growth, etc. ഇതിനിടയിലുള്ള സ്പേസ് ഉണ്ട്. എല്ലാത്തിനിടയിൽ നമ്മൾ സ്പേസ് കൊടുക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ളൊരു ചെറിയ സ്പേസ് കൊടുക്കും. അതുപോലെ നമുക്ക് പല ഡയമെൻഷൻസിലും പല രീതിയിലുമുള്ള സബ്ജക്റ്റുകളെ കമ്പയർ ചെയ്യുന്നതിനും, ഇതിൽ എക്സാമ്പിൾ പറഞ്ഞത് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻസ്, പോപ്പുലേഷൻ ഗ്രോത്ത്, അതെല്ലാം പല കാലഘട്ടങ്ങളിലുള്ള വേരിയേഷൻസ് പഠിക്കുന്നതിനും അല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളിലുള്ള വേരിയേഷൻസ് പഠിക്കുന്നതിനും ഒക്കെ നമ്മൾക്ക് ഈ ബാർ ഡയഗ്രാം വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പോപ്പുലേഷൻ 2014 മുതൽ 2024 വരെയുള്ള പോപ്പുലേഷൻ വേരിയേഷൻസ് കാണണമെങ്കിൽ നമ്മൾ ബാർ ഡയഗ്രത്തിൽ കൊടുത്താൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അല്ലേ. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ബാർ ഡയഗ്രത്തിലൂടെയാണ് മനസ്സിലാക്കാൻ എളുപ്പം. ഇവിടെ കാണിച്ചിട്ടുള്ളത് ഒരു എക്സാമ്പിളാണ്. 2014, 15, 16, 17 വർഷങ്ങളിലെ പാസ് പെർസെൻറ്റേജ് ഓഫ് എ സ്കൂൾ ഡ്യൂറിങ് ദ ഇയർ 2014 to 2017 ആണ് കാണിച്ചിട്ടുള്ളത്. എത്ര കുട്ടികളാണ് പാസ്സായിട്ടുള്ളത് ഒരു സ്കൂളിൽ നിന്നും. 2014 നോക്കുകയാണെങ്കിൽ ഏകദേശം 90% അടുത്ത് വരുന്നുണ്ട്. 2015 100%, 2016 വരുമ്പോൾ 80%, 2017 വരുമ്പോൾ ഏകദേശം ഒരു 95% അടുത്താണ് വരുന്നത് അല്ലേ. കൃത്യമായിട്ട് നമുക്ക് പെട്ടെന്ന് അത് കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്തതായി the following data was collected about the strength of students of government boys higher secondary school in different years. പല വർഷങ്ങളിലായിട്ടുള്ള സ്ട്രെങ്ത് ഓഫ് സ്റ്റുഡൻസ്, കുട്ടികളുടെ സ്ട്രെങ്ത്താണ്, ഒരു സ്കൂളിലുള്ള കുട്ടികളുടെ സ്ട്രെങ്ത്താണ്, നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ബാർ ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ താഴെ എക്സ് ആക്സിസിൽ വർഷങ്ങളാണ് കൊടുത്തിട്ടുള്ളത്, വൈ ആക്സിസിൽ നമ്മൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓരോ വർഷങ്ങളിലും എത്ര കുട്ടികളാണ് എന്നുള്ളത് വൈ ആക്സിസിൽ നമ്മൾ ഓരോ ബാർ വെച്ച് നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ വൈ ആക്സിസിൽ നമ്മൾ വൈ ആക്സിസ് കൊടുക്കുന്നു, അതിന് നമ്പറുകൾ ഇട്ട് കൊടുക്കുന്നു, ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളത് വരച്ച് ചേർക്കുന്നു. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് വെർട്ടിക്കലായിട്ടുള്ള ഗ്രാഫുകളെ കുറിച്ചിട്ടാണ്. ഇപ്പം നമ്മളിതിലൊരു ഹൊറിസോണ്ടൽ ഗ്രാഫ് വരുന്നുണ്ട്. ഇതിൽ ഈ ഒരു എക്സാമ്പിൾ നോക്കുക. ഏരിയ ഓഫ് വർക്ക് എക്സ്പീരിയൻസ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ്, %. അപ്പോൾ പല രീതിയിലുമുള്ള കുട്ടികളുടെ വർക്ക് എക്സ്പീരിയൻസ്, ഫോട്ടോഗ്രാഫി, ക്ലേ മോഡലിംഗ്, കിച്ചൺ ഗാർഡനിങ് തുടങ്ങിയിട്ടുള്ള കുറച്ച് ഏരിയാസ് ഓഫ് വർക്ക് എക്സ്പീരിയൻസ് കൊടുത്തിട്ടുണ്ട്. എത്ര കുട്ടികളാണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓരോ സെക്ഷൻസ് ആയിട്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഓരോ സെക്ഷനിലും എത്ര കുട്ടികളാണെന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെൻറ്റേജ് ആണ് എടുത്തിട്ടുള്ളത്. പെർസെൻറ്റേജ് വൈസാണ് ബാർ ഡയഗ്രത്തിൽ അത് മെഷർ ചെയ്ത് വരച്ചിരിക്കുന്നത്. സോ ഇവിടെ എക്സ് ആക്സിസിലാണ് പെർസെൻറ്റേജ് വരുന്നത്, വൈ ആക്സിസിൽ ഏരിയ ഓഫ് വർക്ക് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ഇനി ഇവിടെ തന്നിരിക്കുന്ന ഒരു ബാർ ഡയഗ്രാം നോക്കുക. ഇതിൽ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് ടൈറ്റിൽ വരേണ്ടത്. ടൈറ്റിൽ ഓഫ് ദ ബാർഗ്രാഫ് ഏറ്റവും മുകളിലായിട്ട് വരുന്നു. ഏറ്റവും താഴെ എക്സ് ആക്സിസിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്, ലേബൽസ് ഓഫ് കാറ്റഗറീസ് ടു ടെൽ വാട്ട് ഈച്ച് ബാർ സ്റ്റാൻഡ്സ് ഫോർ. ഓരോ ബാറിന് താഴെയും നമ്മൾ അത് എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊടുക്കണം. വൈ ആക്സിസിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്, നമ്പർ ഓഫ് സപ്ലൈസ് ആണ് കൊടുത്തിട്ടുള്ളത്.
സീറോയിലാണ് സ്റ്റാർട്ടിങ്. ഒറിജിനിൽ എപ്പോഴും നമ്മൾ 0 ആണ് കൊടുക്കുന്നത്. പിന്നെ അതിനനുസരിച്ച് എങ്ങനെയാണ് അതിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റ് കൂടി വരുന്നത് അതനുസരിച്ച് നമ്മൾ നമ്പർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഇനി ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ബാർ ഡയഗ്രം കൺസ്ട്രക്ട് ചെയ്യാനാണ് നമ്മുടെ ചോദ്യം. എങ്ങനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും? നമുക്ക് ഇയർ ഉണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. എക്സ് ആക്സിസിൽ നമുക്ക് ഇയർ കൊടുക്കാം, വൈ ആക്സിസിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൊടുക്കാം. ഓരോ ബാറും കറസ്പോണ്ടിങ് ആയിട്ട് വരയ്ക്കുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്, അല്ലേ? ഈ വരച്ചിരിക്കുന്നത് ഒന്ന് നോക്കാം. 2005 കൊടുത്തിട്ടുണ്ട്, 2006. ഓരോ വർഷവും നമ്മൾ ബാർ ഡയഗ്രത്തിൻ്റെ എക്സ് ആക്സിസിൽ റെപ്രസെൻറ്റ് ചെയ്തു. വൈ ആക്സിസിൽ നമ്മൾ 0 ഒറിജിൻ കൊടുത്തു. ദെൻ 500 തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അതിനോരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ സ്കെയിലും പെൻസിലും വെച്ച് നമുക്ക് വരയ്ക്കാവുന്നതേ ഉള്ളൂ. ഇനി പൈ ഡയഗ്രാം. സോ ബാർ ഡയഗ്രാം എല്ലാവർക്കും കുറച്ചും കൂടി എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കുന്നു. പൈ ഡയഗ്രാം എങ്ങനെയാണ് എന്നുള്ളതും കൂടി നമുക്കൊന്ന് നോക്കാം. പൈ ഡയഗ്രത്തിലാണ് കുറച്ചുകൂടെ നമുക്ക് ആലോചിക്കേണ്ടതായിട്ടുള്ളത്. Pi diagram is a type of graph that represents the data in the circular graph. സർക്കുലർ ആയിട്ടാണ് നമ്മളിതിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, നമുക്കറിയാലോ. സ്ലൈസസ് ഓഫ് പൈ ഷോ ദ റിലേറ്റീവ് സൈസ് ഓഫ് ദ ഡാറ്റ. ഈ പൈ ഡയഗ്രത്തിൽ ഓരോ സ്ലൈസുമാണ് അതിൻ്റെ ഓരോ സ്ലൈസ് അല്ലെങ്കിൽ ഓരോ പീസ്, നമ്മളൊരു കേക്ക് കട്ട് ചെയ്യുന്ന പോലെ ഓരോ പീസുകളുമാണ് നമ്മുടെ ഡാറ്റയുടെ സൈസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിലൊരു ഫോർമുലയുണ്ട് നമുക്ക്. അതാണ് നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഗിവൺ സ്കോർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്കോർസ് ഇൻറ്റു 360. 360 എന്ന് പറയുന്നതാണ് ഒരു സർക്കിളിലെ ടോട്ടലായിട്ടുള്ള ആംഗിൾ എന്ന് നമുക്കറിയാം, അല്ലേ? 360 ഡിഗ്രിയാണ്. സോ നമുക്കൊരു ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എത്രയാണോ ഒരു സ്കോർ തന്നിരിക്കുന്നത് അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമുക്ക് എത്ര സ്കോറാണുള്ളത് എന്ന് കണ്ടുപിടിക്കും. അപ്പോൾ നമുക്കൊരു പെർസെൻറ്റേജ് കിട്ടും. ആ പെർസെൻറ്റേജിനെ അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു വാല്യൂ ഉണ്ട്. വാല്യൂ. ആ വാല്യൂ ഇൻറ്റു 360 ചെയ്യുമ്പോഴാണ് നമുക്ക് എത്രയാണ് ആംഗിൾ എന്നുള്ളത് കിട്ടുന്നത്. ഇതൊരു എക്സാമ്പിളാണ് പൈ ഡയഗ്രത്തിൻ്റെ. സോ നമുക്കൊരു ക്വസ്റ്റ്യനായിട്ട് നോക്കാം. 180 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ആർ ഡിവൈഡഡ് ഇൻറ്റു 5 കാറ്റഗറീസ്. സോ 5 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൊടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്, എത്ര സ്റ്റുഡൻസ് ആണ് ടോട്ടൽ എന്ന് നമുക്കറിയാം. സോ നമ്മളെങ്ങനെയാണ് ആംഗിൾ കണ്ടുപിടിക്കുന്നത് എന്ന്. ആംഗിൾ കണ്ടുപിടിക്കുന്നത് ഫസ്റ്റ് സെക്ഷൻ ഡിസ്റ്റിങ്ഷൻ. 20 കുട്ടികൾക്ക് ഡിസ്റ്റിങ്ഷൻ ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ആംഗിൾ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? 20 ഡിവൈഡഡ് ബൈ 180. 180 ആണ് ടോട്ടൽ സ്റ്റുഡൻസ് ഇൻറ്റു 360. സോ ആംഗിൾ 40. അതുപോലെ നമ്മൾ ഓരോന്നിൻ്റെ ആംഗിൾ കണ്ടുപിടിച്ചു. ഫസ്റ്റ് ക്ലാസ് കിട്ടിയിരിക്കുന്ന കുട്ടികൾ 40 ആണുള്ളത്, ഡിവൈഡഡ് ബൈ 180. 180 ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻറ്റു 360 ഈക്വൽ ടു 80 ഡിഗ്രി. സോ നമുക്ക് അങ്ങനെ എല്ലാത്തിൻ്റെയും ഒരു ആംഗിൾ കണ്ടുപിടിച്ചു. ആംഗിൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് നമ്മളൊരു സർക്കിൾ വരയ്ക്കുന്നു. ഇനി ഇതിൽ ഓരോ ആംഗിളും എത്രയാണ് എന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. ഇത് നമ്മളെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും എന്ന് നോക്കാം. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്കത് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഇതൊരു ക്വസ്റ്റ്യനാണ്. കുട്ടികളുടെ ഗ്രേഡുകളാണ് ഇതിൽ തിരിച്ചിട്ടുള്ളത്. 4 തിരിച്ചിട്ടുണ്ട്. A+, B+, B, C+. 5 തിരിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് സ്റ്റുഡൻസും കൊടുത്തിട്ടുണ്ട്. സോ ഈ നമ്പർ ഓഫ് സ്റ്റുഡൻസിൽ നിന്നും നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണെന്ന് കിട്ടും, അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 100 ആണ്. നമ്മൾ ചെയ്യുന്നത് എത്രയാണ് ഓരോന്നിൻ്റെയും ആംഗിൾ എന്നുള്ളതാണ്, കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ A+ ഗ്രേഡ് കിട്ടിയ കുട്ടികൾ എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് 10 ഡിവൈഡഡ് ബൈ 100 ആണ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻറ്റു 360. നമുക്ക് കിട്ടും 36 ഡിഗ്രി എന്ന് കിട്ടും. അതാണ് A+ ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ നമ്മൾ ആംഗിൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതുപോലെ ഓരോന്നിൻ്റെയും ആംഗിൾ കണ്ടുപിടിക്കുക. എത്രയാണോ നമ്മുടെ വാല്യൂ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻറ്റു 360. നമുക്ക് എല്ലാത്തിൻ്റെയും ആംഗിൾ കിട്ടും. ഇനി ഈ ആംഗിളുകൾ കിട്ടിയിട്ട് ഇനി നമ്മൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്കൊരു സർക്കിൾ വേണം. അതിന് നമ്മൾ ഒരു ഒറിജിൻ കൊടുത്തു.
നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മൾ പ്രൊട്രാക്ടർ എടുക്കുക. പ്രൊട്രാക്ടർ എടുത്ത് നമ്മൾ നേരെ അത് വെച്ച് 36 ഡിഗ്രി ആണ് നമ്മൾ ആദ്യത്തെ വാല്യൂ കിട്ടിയത് അല്ലേ. സോ 0, 10, 20, 30, 36 എവിടെയാണ് വരുന്നതെന്ന് നോക്കുന്നു. അവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു, 36 ഡിഗ്രി എന്ന് കൊടുക്കുന്നു. ഇനി അടുത്ത ആംഗിൾ നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യുക? അടുത്ത ആംഗിൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 36 ഡിഗ്രി എന്ന് പറയുന്ന ആ പോയിന്റിൽ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പ്രൊട്രാക്ടർ വെക്കണം. പ്രൊട്രാക്ടർ പിന്നെ വീണ്ടും അവിടെ 0 എന്ന് തുടങ്ങിയിട്ട് അടുത്ത ആംഗിൾ നമുക്ക് കിട്ടുന്നത് 72 ഡിഗ്രിയാണ്. ആ 72 എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കിയിട്ട് അവിടെ അടുത്ത പോയിന്റ് വെക്കണം. സോ A+ ഗ്രേഡ് കിട്ടിയത് 36 ഡിഗ്രി നമ്മൾ കൊടുത്തു. അതിനുശേഷം A ഗ്രേഡ് 72 ഡിഗ്രിയാണ്, B+ ഗ്രേഡ് 90 ഡിഗ്രിയാണ്, B ഗ്രേഡ് 126 ഡിഗ്രിയാണ്, C+ ഗ്രേഡ് 36 ഡിഗ്രിയാണ്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ തവണയും നമ്മൾ പ്രൊട്രാക്ടർ ഇതിനനുസരിച്ച് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. 36 ഡിഗ്രി കിട്ടിയതിന് ശേഷം അവിടെ നിന്നാണ് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം 72 ഡിഗ്രി കഴിഞ്ഞ് അവിടെ നിന്നാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്നും നമ്മൾ 0 എടുത്തിട്ട് 0 to 90 എവിടെയാണെന്ന് നോക്കുന്നു, അത് മാർക്ക് ചെയ്യുന്നു. 90 ഡിഗ്രി കിട്ടിക്കഴിയുമ്പോൾ അവിടെ നിന്നും വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ 0 തുടങ്ങിയിട്ട് അടുത്തത് 126 എവിടെയാണോ വരുന്നത് അവിടെ മാർക്ക് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് പോകേണ്ടത്. ആ ഒരു കാര്യം മാത്രമേ ഇതിലൊന്ന് ശ്രദ്ധിക്കാനുള്ളൂ. സോ നമ്മൾ A+ ഗ്രേഡ് കിട്ടിയത് സ്റ്റാർട്ടിങ് നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് തുടങ്ങുകയാണ് ചെയ്തത്. ഒരു പോർഷനിൽ മാത്രം കൊടുത്തു തുടങ്ങി. അങ്ങനെ നമുക്ക് 36 ഡിഗ്രി കിട്ടി. അത്രയും പോർഷന് നമ്മൾ A+ ഗ്രേഡ് എന്ന് കൊടുത്തു. പിന്നെ എല്ലാത്തിനെയും മാർക്ക് ചെയ്യുന്നു അതുപോലെ. സോ ഇതാണ് നമുക്ക് ഫൈനലി വന്നിട്ടുള്ള നമ്മുടെ പൈ ഡയഗ്രാം. സോ ഇതുപോലെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, കൺസ്ട്രക്ട് എ പൈ ഡയഗ്രാം ഫോർ ദ ഫോളോയിങ് ഡാറ്റ. ഈ ഡാറ്റയിൽ നമ്മൾ ബേസ് ചെയ്തിട്ടും പൈ ഡയഗ്രാം എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കുന്നു. കാറ്റഗറി തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ടെക്സ്റ്റ് ബുക്ക് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ടെക്സ്റ്റ് ബുക്ക് കിട്ടുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ടെക്സ്റ്റ് ബുക്ക് എത്രയാണെന്ന് കിട്ടുന്നു, അതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കുന്നു. സോ ഇത് നമ്മൾ എക്സാമിന് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇതുപോലെ തന്നെ എഴുതി ആംഗിൾ ഓരോന്നിൻ്റെയും കൃത്യമായി കണ്ടുപിടിക്കുക. ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ്. പ്രൊട്രാക്ടർ യൂസ് ചെയ്യുന്നു, നമ്മൾ ഓരോന്നിൻ്റെയും ആംഗിൾ അനുസരിച്ച് വരയ്ക്കുന്നു. ഫൈനലി നമ്മൾ യോജിപ്പിക്കുന്നു. ഓക്കെ. സോ ഇത്രയും പോർഷൻസ് നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ളൊരു പോർഷൻ തന്നെയാണ്, എങ്കിലും അതിൻ്റെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് നോക്കിയിട്ട് വരിക, നന്നായി ബാക്കിയുള്ള പോർഷൻസും എക്സാമിനുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. സോ ഓൾ ദി ബെസ്റ്റ്. ഇത്രയും പോർഷനാണ് ഇടുന്നത്, ബാക്കി നമ്മൾ ഒന്നുകൂടെ വേറൊരു ദിവസം ഇടാം. സോ ഇത്രയും ഉള്ള പോർഷൻസ് കൃത്യമായിട്ട് നോക്കിയിട്ട് വരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.